ഹേ, ഒരു സൈക്കോ ത്രില്ലർ കഥ കേട്ടാലോ? നമ്മുടെ കേരളത്തിലെ കൂട്ടത്തായ കൊലപാതക കേസൊക്കെ കേട്ട് നമ്മൾ ഞെട്ടിയെങ്കിൽ അതിനേക്കാൾ എത്രയോ മടങ്ങ് ഭീകരമായിട്ട് ഇറ്റലിയിൽ നടന്ന ഈ ഒരു സംഭവം, സോപ്പ് മേക്കർ ഓഫ് കൊറീഗിയോ എന്ന ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഈ ഒരു കഥ, അതായത് ഇറ്റലിയിലെ കൊറോജിയോ എന്ന് പറയുന്ന സ്ഥലത്ത് ലിയോനോഡ എന്ന് പറയുന്ന ഒരു സ്ത്രീ, സാധാരണക്കാരായ ഈ ഒരു സ്ത്രീ കട നടത്തി ജീവിച്ചു വരുന്ന ഒരു സ്ത്രീ. അധികം ആ നാട്ടുകാർക്കിടയിൽ ഇവരെ കുറിച്ച് നല്ല മതിപ്പുമായിരുന്നു. പക്ഷേ ഇവരുടെ 17 തവണ ഇവർക്ക് ഗർഭചിത്രം സംഭവിക്കുകയും അതുവഴി ഇവരുടെ കുട്ടികളെല്ലാം മരിച്ചു പോവുകയും ചെയ്യാനിടയായി. ബാക്കി അവശേഷിച്ച അവരുടെ 4 മക്കളുടെ ജീവനെങ്കിലും തനിക്ക് രക്ഷിക്കണം എന്ന ഒരു നിശ്ചയദാർത്ഥത്തിൽ ഇവർ എന്ത് ചെയ്യാണ്, ഇവരുടെ അന്ധവിശ്വാസവും പേടിയും ഇവരെ മനുഷ്യബലി നടത്തണം എന്ന ഒരു ഇതിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുകയാണ്. അങ്ങനെ ഇവർ 2ാം ലോക മഹായുദ്ധത്തിൽ തൻ്റെ മൂത്ത മകൻ പങ്കെടുക്കാൻ പോകുമ്പോൾ അവൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പകരമായിട്ട് 3 ആളുകളുടെ ജീവൻ നൽകി ബലി അർപ്പിക്കാം, അല്ലെങ്കിൽ മനുഷ്യബലി നടത്താൻ വേണ്ടി ഇവർ തീരുമാനിക്കുക. അങ്ങനെ ഇവർ 3 ആളുകളെ കണ്ടെത്തുകയും പല കാരണങ്ങൾ പറഞ്ഞ് അവരെ വഞ്ചിച്ച് തൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഇവർ കൊലപാതകം നടത്തുകയാണ് ചെയ്തത്. പക്ഷേ ഇതിനേക്കാൾ ഞെട്ടിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ഇവർ സൂക്ഷിച്ച ആ ഒരു രീതിയാണ്. എന്താണ് കേൾക്കണ്ടേ? മനുഷ്യ സോപ്പും അതേപോലെ തന്നെ മനുഷ്യ രക്തം കലർന്ന കേക്കുകൾ ഉണ്ടാക്കി അവർ ആ ഒരു മൃതദേഹത്തെ ഹൈഡ് ചെയ്യാണ് ഉണ്ടായത്. ഈ ഒരു സോപ്പിൽ ഇവർ കോസ്റ്റിക് സോഡ പോലുള്ള ഇത് കെമിക്കൽസ് ചേർത്തിട്ട് ഉരുക്കി ഒരുമാതിരി ഫ്ലൂയിഡ് കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് ഇതിൽ ഫ്രാഗ്രൻസും മറ്റും ആഡ് ചെയ്ത് ഇവർ സോപ്പായി നിർമ്മിച്ച് അത് അയൽവക്കക്കാർക്കും സുഹൃത്തുക്കൾക്ക് സമ്മാനമായി നൽകുകയുണ്ടായി. എന്താല്ലേ? അതുമാത്രമാണോ? ഈ കൊല്ലപ്പെട്ടവരുടെ ശരീരത്തിൽ നിന്ന് രക്തം ശേഖരിച്ച് അത് ഉണക്കി പൊടിച്ച് മൈദ, പഞ്ചസാര, ചോക്ലേറ്റ് എന്നിവ ചേർത്ത് ടീ കേക്കുകൾ ഉണ്ടാക്കി അത് ഇവരുടെ കുടുംബവും നാട്ടുകാർക്കൊക്കെ കൊടുത്ത് വിളമ്പുകയും ചെയ്യായിരുന്നു ഈ ഒരു സ്ത്രീ. പക്ഷേ ഇവർ പോലീസുകാരുടെ കയ്യിൽ അകപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവർ പോലീസുകാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ കേക്കുകൾ ഉണ്ടല്ലോ, അത് വളരെ രുചിയുള്ളതായിരുന്നു. ഞാനും എൻ്റെ മക്കളും അത് ആസ്വദിച്ച് കഴിച്ചു പോകും. എന്താലേ?